ഹലോ, വെളുപ്പിന് 4 മണി സമയം. നമ്മളിപ്പോൾ ഇവിടുന്ന് പഴംപൊരി കഴിക്കാൻ പോകണം. നല്ല വലിയ പഴംപൊരി. ഈ പഴംപൊരി കഴിക്കാൻ പോണത് ഇച്ചിരി വളഞ്ഞു തിരിഞ്ഞ വഴി കൂടെയാണ്. എറണാകുളത്ത് നിന്ന് ഞങ്ങളിങ്ങനെ പയ്യെ വാഗമണ്ണ് പോയി. വാഗമണ്ണിൽ നിന്ന് അങ്ങനെ കറങ്ങി തൊടുപുഴ വഴി വേറെ സ്ഥലത്തേക്ക് പോകും. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഉഷാറിലൊരു ഗുഡ് മോർണിംഗ് ആയിട്ട് നമ്മളങ്ങ് തുടങ്ങാണ്. ഓക്കെ, നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വണ്ടി നിർത്തി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് മഞ്ഞത്ത് ഇങ്ങനെ കുറേ നേരം നടക്കാം. പക്ഷെ നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നല്ല മഞ്ഞ് വേറെ ഉണ്ടാവും അല്ലേ? തണുപ്പ് മാത്രം ഉണ്ടാവില്ലേ? നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാൻ പോണേ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം. ഇനി ഞങ്ങൾക്ക് ടിഫിൻ ഒന്ന് കഴിക്കണം. അപ്പേ ഫുഡ് കഴിഞ്ഞാ? അപ്പോൾ എങ്ങനെ പോണ്ട നമുക്ക്? വലിയ പഴംപൊരി അടിക്കാൻ പോണോ? നിങ്ങളാണ് വാഗമണ്ണി പോണോ? വാഗമണ്ണിലേക്കാണ് വേണ്ടേ? എന്നാ വാഗമണ്ണ് പോലെ നിനക്കടാ. അപ്പൂസ് എന്താ പറഞ്ഞത്? വലിയ ലഡു കഴിക്കണോ? അപ്പോൾ നമ്മളങ്ങനെ വാഗമണ്ണിലേക്ക് പോവാണ്. ഇപ്പം പാലാ പള്ളി തിരുപ്പള്ളി പാലാ ടൗണിലുണ്ട്. ടിഫിനൊക്കെ കഴിച്ചു. നമ്മളവിടെ നിന്ന് അങ്ങ് മൂവ് ചെയ്യണം. നമ്മളൊരു ചെറിയ പരിപാടിക്ക് പോകണം. അതായത് നമ്മളിപ്പോൾ വാഗമണ്ണ് വന്നപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പോയി വേറെ വഴിക്ക് അങ്ങോട്ട് പല പല സ്ഥലങ്ങളിൽ പോയി കണ്ടുപോകാന്നുള്ള ധാരണയിലാണ് ഇറങ്ങിയത്. പക്ഷെ വാഗമണ്ണ് വന്നപ്പോൾ ഒരു ജീപ്പുകാരൻ ഇങ്ങനെ പയ്യെ മാടി വിളിക്കുന്നു. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് പോവാണ്, ആ ജീപ്പുകാരൻ്റെ കൂടെ. എവിടെ വരെ എത്തുമെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഓഫ് റോഡ് ട്രാവൽ പോകണം. വാഗമണ്ണ് എത്തിക്കഴിഞ്ഞപ്പോൾ ഓഫ് റോഡ് എൻ്റെ പൊന്ന് പള്ളി എന്താ അങ്ങനെ അതിനെന്താ ഓഫ് റോഡ്? ചെടികളൊക്കെ അടിക്കണേ, ചെടികളൊക്കെ മോദിക്ക് അടിക്കണേ. എങ്ങനെയുണ്ട് ബാബേ? നമുക്ക് ആറ് കൊണ്ടുവന്ന അടി ഓഫ് റോഡ് കിളക്കാൻ ഓഫ് റോഡ് ഉണ്ടോ? നൈസ് വഴി. അച്ഛൻ കുറച്ച് വലുതേ, അവിടെ മാറാൻ പറ്റില്ല. ഞാൻ വലുതായില്ലേ? ഞാൻ വലുതായില്ലേ? ഇവിടെ ആകെ ഒരു ശാന്ത സ്വഭാവം ഉള്ള ഒരാളേ ഉള്ളൂ, അത് അച്ഛനാ. അല്ലേ? ആ മുഖം കാണിച്ചതാ. ശാന്ത സ്കൂളിൽ ഇതുവരെ ഒരു കംപ്ലൈന്റ് കിട്ടാത്ത നല്ല ഉള്ള അവൻ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ അംഗം. ആ നല്ല പാവായിരുന്നു ഉറങ്ങി കിടക്കുമ്പോ. വാവയും അച്ചുക്കായും മാത്രമേ ഉള്ളൂ കംപ്ലൈന്റ് ഇല്ലാത്തത്. പിന്നെ എന്റെ കഷായം കൊണ്ടുപോയി സ്കൂളിലേക്ക്. കഷായം വൈനാന്ന് പറഞ്ഞ പിള്ളേർക്ക് കുടിക്കാൻ കൊടുത്തത്. കഷായം കൊണ്ടായിട്ട് വൈനാന്ന് പറഞ്ഞ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോയി കുടിക്കാൻ കൊടുക്കണം. കുട്ടികളെന്താ ദാനം ചെയ്ത് പൊട്ടന്മാര്. എന്തോ നല്ലവനെ മോഹന്ന് കണ്ട ഞങ്ങളുടെ വീട്ടിലെ നല്ലവരുടെ ചരിത്രമാണ് നിങ്ങൾക്ക് കേട്ടത് കേട്ടോ. അവര് നല്ലവനുണ്ട്. ഇപ്പൊ സൗണ്ട് കേട്ടല്ലോ പറയുന്നത്. അവൻ മാത്രമേ നല്ലവനുള്ളൂ എന്ന് പറയണം. ഡേയിരിക്കണം ആള് പറയില്ല, വേണമെങ്കിൽ ചൂണ്ടി കാണിച്ചു തരാം. ഡേയിരിക്കണം. കുളമാവ് ഡാം ഇടുക്കി ചെറുതോണി കുളമാവ് ഡാം ഡാം ഇടുക്കി ഡാം വരുന്നത്. അതിൻ്റെ ഒരു ഏരിയ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അതിൻ്റെ വെള്ളം കിടക്കുന്ന ഏരിയ എല്ലാം റിസർവ് ഫോറസ്റ്റ് ഏരിയ. ഈ വീടുകൾക്ക് അപ്പുറത്തോട്ട് പിന്നെ എല്ലാം കാണാം. ഫുള്ള് ആനയും കാട്ടുപോത്തും ആനക്കായിട്ടുള്ള നമുക്കൊന്നും പെർമിഷൻ ഇല്ലാത്ത റിസർവ് ഫോറസ്റ്റ് ഏരിയ. അതിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടെ. മോർണിംഗ് ഒക്കെ സൺറൈസ് ഒക്കെ കാണുമ്പോൾ ഒരു ഏരിയ ആണ്. ഇത് ഫുള്ള് പുൽത്തേയിലാണ്. ഇതുകൊണ്ടാണ് പുൽത്തേയില ഉണ്ടാക്കണേ. കയ്യിലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇത് ചെയ്താണ്. നോക്കിയാ നല്ല ലെമണിന്റെ ഇവിടെ മരം വേണം വന്ന് ലെമണിന്റെ ഫ്ലേവർ. ഈ ഒരു ഏരിയയിൽ ഫുള്ള് അതാണ്. ഈ കാണുന്ന പുല്ലെല്ലാം ഫുള്ള് അത് തന്നെയാണ്. പക്ഷെ നമ്മൾ അടുത്ത് പോകുന്ന സ്പോട്ടിൽ പുല്ലുണ്ട്,
അപ്പൊ ഇതുകൊണ്ട് പുൽത്തൈലം അത് സാധാരണ നമ്മുടെ ഈ കൈയൊക്കെ മുറിയുന്ന ഒരു കാരപ്പുല്ലാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പുൽത്തൈലം. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ള സ്ഥലം ഈ കോട്ടമല വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പം നമ്മളുള്ള സ്ഥലത്തിൻ്റെ പേരെന്നാടി? കോട്ടമല ഫോറസ്റ്റ് വ്യൂ പോയിന്റ്. കോട്ടമല ഫോറസ്റ്റ് വ്യൂ പോയിന്റ്. സംഭവം കൊള്ളാം, നൈസാണ്. അവിടെ നല്ല രസമുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് റോഡ് വഴിയും വരാം, കാറിലൊക്കെ വരാം. നമ്മൾ ഓഫ് റോഡ് ഒന്ന് പ്ലാൻ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈസാണ്. നമുക്കൊന്നും കൂടി ഒന്ന് ചുറ്റോട്ടൊന്ന് കണ്ടേക്കാം. അല്ല, നിങ്ങൾ എന്തൊക്കെയാ ഇവിടെ വാങ്ങിച്ചോണ്ടിരിക്കണേ? മാങ്ങ ഉപ്പിലിട്ടത്, പിന്നെ സാധാ മാങ്ങ, നോർമൽ മാങ്ങ. ഉപ്പിലിട്ട മാങ്ങ. കൊള്ളാം. എൻ്റെ വായിൽ വെള്ളം വരണ്ടേ? കൊടുക്കട്ടെ. ഉപ്പും മുളകും കൂടി എന്തോ ഒരു എന്താ പൈനാപ്പിൾ കൊണ്ട് നീ കട പൈനാപ്പിൾ എടുത്തുണ്ടായോ? എന്തേ നിനക്ക് ഇഷ്ടമാണോ? നീ വേറെ കഷ്ടം മേടിച്ചോടാ. തല്ലി രണ്ടുപേരും കൊണ്ട് തല്ലുണ്ടാക്കണം. ഒരു ഇല്ലപ്പിള്ള ഒരു വലിയ പിള്ളേർ. എടി മതി ആ കട. എന്തൊക്കെയാ മേടിക്കാൻ പോണേ? ഉപ്പിലിട്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നാളെ പനി പിടിച്ചെങ്ങാനും കിടന്ന് ക്ലാസ്സിലെങ്ങാനും പോയില്ലെങ്കിൽ കെട്ടിയോളാണോ സ്പോൺസർ? ഓക്കെ. എന്റെ പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിട്ട് എന്റെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി കാറ്റും ചെയ്യണ്ട. ഫീല് മനസ്സിലാവണ്ട. ചേച്ചി ഓക്കെ അല്ലേ? ഒരു ടാറ്റ പറഞ്ഞേ. ഓക്കെ. മറുപടിയും വീണ്ടും വണ്ടിയിലേക്ക്. അവിടെ ഓഫ് റോഡ് ഡ്രൈവർ എന്താ വലിയ നൈസാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങനെ മൂവ് ചെയ്യാം. എങ്ങനെയാണെന്നും ചോദിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. നനഞ്ഞിരിക്കാം, തുടയ്ക്കണം. ഓക്കെ. നൈസ് ഓഫ് റോഡാണ് കേട്ടോ. മഴയത്താണ്, ഭയങ്കര രസമുള്ള വഴിയാണ്. ദേ കണ്ട, ഇത് കണ്ട. അപ്പം ഇങ്ങനത്തെ വഴികളൊക്കെയാണ് ഇതിൽ കൂടെ കിടക്കുന്നത്. ഹായ്. ആട്ടുതൊട്ടിലിരുന്ന് അറിഞ്ഞാ പുള്ളിക്ക് വരെ സ്റ്റീറിംഗ് ഉള്ളതൊന്ന് പിടിച്ചങ്ങനെ ഇരുന്നോളും. പൊളിമൂടാ നല്ല വൈബാണ്. അപ്പൊ എല്ലാവർക്കും നല്ല വൈബാന്ന് പറയണേ. വെള്ളച്ചാട്ടം, കാട്ടിലെ വെള്ളച്ചാട്ടം. വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മളങ്ങനെ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് നേരെ ഓഫ് റോഡിൽ കൂടെ നമ്മൾ നേരെ വന്നേക്കണ എവിടേക്കെന്ന് അറിയാം? വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്, ഒരു ടണലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടവും ടണലൊക്കെ കണ്ട് കാലൊക്കെ ഭയങ്കര രസമുള്ള റോഡാണ്ടാ. ഇപ്പൊ എങ്ങനെയുണ്ടേ? ഉമ്മച്ചി വലിയ പണിയില്ല, ഉമ്മച്ചി ഭയങ്കര തിരക്കിലാണ്. ഉമ്മച്ചി വലിയ തിരക്കിലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അടുക്കാവും, ചെലിക്കൂടെ ഇറങ്ങുമ്പോൾ അടുക്കാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കണ്ട. ഇവിടെ ഒരു മരത്തണലുണ്ടാ, അത് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. അത് കണ്ടോ? എന്നാ ഇറങ്ങി നോക്കി, എനിക്ക് വല്ലതും കാണാൻ പറ്റുമോ നോക്കി, ഇറങ്ങാൻ പറ്റുമോ നോക്കി. ആ, ഒരാളിറങ്ങി, 2, 3. വാവ ഇറങ്ങിക്കോ. വാവേനെ പിടിക്കാ. മരങ്കേരി കുടുംബം എന്ന പേരൊക്കെ കിട്ടിയിട്ട് പിന്നെ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? അപ്പൂസിന്റെ ഇവിടെ വാ, കമോൺ. അപ്പൂസിന്റെ പേടിയാണ്. ബാ ചടിക്ക, ബാ ഇറങ്ങി. ആർക്കൊക്കെ പേടിയുണ്ട്? നിനക്ക് പേടിയുണ്ടോ? നീ ആദ്യം പേടിയുണ്ടെന്ന് വെച്ചാൽ ആദ്യം കൈ പൊക്കിയിട്ട് പിന്നെ നുണ പറയണം. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ?
തമാശയായിട്ട് മൂന്നാറ് സൗണ്ട് കേട്ട് പറഞ്ഞു വിളിച്ചു ഞങ്ങള് മൂന്നാറ് പോയേക്കാണ്. അപ്പൊ മൂന്നാറ് പോയിക്കൊണ്ടിരിക്കുമ്പോ വീട്ടില് 12 മണിക്ക് എത്താണ്. അപ്പൊ ഞങ്ങള് അടിമാലി ഭക്ഷണം കഴിച്ച് കയറുമ്പോഴത്തേന് പറയാണ്, ഉമ്മച്ചി വീട്ടിൽ തന്നെ അങ്ങനെ സൗണ്ട് കേൾക്കണ്ട, അടുക്കള ഭാഗത്ത് എല്ലാം ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള പറഞ്ഞു. ഒന്നില്ല, അപ്പുറത്തെ വീട്ടിലങ്ങനെ പാത്രം എടുത്തതാ. അതുകൊണ്ട് ഞാനാണ് ഒറ്റയ്ക്ക് ഇതിന് മൊത്തം നോക്കിയത്. എനിക്ക് പേടിയൊന്നുമില്ല. പേടിയില്ല. രാത്രി 12 മണിക്ക് പേടിച്ചാ വിളിച്ചത്. പേടിയൊന്നുമില്ല. മസിൽസ് നോക്കട്ടാ. നീ എന്റെ പാർക്ക് പഠിക്കാൻ പോയിട്ട് വഴിക്ക് നിർത്തി എന്താ? അടുത്ത മാസം കാശ്മീർ പോയിട്ട് വന്നിട്ട്. കാശ്മീർ പോയിട്ട് പാർക്ക് തന്നെ വരുമോ? ഉറപ്പാണോ? നീ ചേർന്നല്ലേ, ഞാൻ ബാക്കിയുള്ളവരെ കൊണ്ട് ഇപ്പൊ ചേർക്കും. ഇത് എന്റെ ഉറപ്പ്. അങ്ങോട്ട് വീഴാൻ നിക്കരുത്. ഇത് മസിലല്ല, ഇത് പഴം. ഇവിടെ അപ്പൊ നമ്മൾ അതിന്റെ താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ താഴേക്ക് ഇറങ്ങിയാലോ? ആ, ഞാൻ ഇറങ്ങി നോക്കാം. ഇറങ്ങാൻ പറ്റും. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഉരുണ്ടു. വേണ്ട, വാവനെ കൊണ്ടുണ്ടാ. വാവക്കുട്ടി അവിടെ കിട്ടാ. വെള്ളി വീഴ്ചാണ്ട് രണ്ടായിട്ട് വീണോട്ടെ എല്ലാവരും. വേണ്ട ഇറങ്ങണോ? അപ്പൊ പാച്ചുക്ക ഇറങ്ങാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എനിക്ക് വന്ന ധൈര്യമില്ല. അച്ഛൻ സൂക്ഷിച്ച്. അല്ല, ഒരാളെ ഇറങ്ങി കഴിഞ്ഞ് കൈ കൊടുത്തിട്ട് ഇറക്കടാ. ഒരാളെ ഇറങ്ങി കഴിഞ്ഞ ആ ഇരുന്ന് ഇറങ്ങല്ലേ. എടാ, വെള്ളം കൂടൂട്ടെ പെട്ടെന്ന് ചിലപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ ഇനി ഞാൻ അങ്ങനെ ഇറങ്ങിയ പറയാം. എങ്ങനെ വാവനെ ഇറക്കിയാലേ വാവ ചിലപ്പോ വെള്ളം കുടിക്കഴിഞ്ഞ് വാവന് മുകളിൽ കയറാൻ ബുദ്ധിമുട്ടും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ വിജയകരമായി ഞാൻ താഴെ എത്തിയിരിക്കുന്നു. ഏത് നിമിഷം വെള്ളം കൂടാം എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വലിയ കളിക്കില്ല. കാരണം ഈ മഴ പെയ്തേക്കുന്ന സമയത്തുകൊണ്ടേ പെട്ടെന്ന് കുത്തിയൊഴിച്ച് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ കളിക്കില്ല, പെട്ടെന്ന് തന്നെ കയറാണ്. പാവേ ഷൂ ക്ലീൻ ആക്കണോ? അഴുക്കണ്ടോ? ശരി. അപ്പോ സഹധർമ്മിണി അങ്ങനെ മരങ്ങേറി മറിയാമയായി. കഴിയണോ? ചെറിയ കുട്ടിയാണെങ്കിൽ പൊക്കിയെടുത്തേ. അവിടെ കിടക്കും. ഉമ്മച്ചി ചെറിയ കുട്ടിയാണെങ്കിൽ പിടിച്ച് പൊക്കിയെടുത്തോണ്ടായിരുന്നു. നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കാം, മരങ്ങേറി കുടുംബം. ഗുണാക്കേവ് പോലെ ഉണ്ട്. ഭയങ്കര നൈസായിട്ടുള്ള പ്ലേസ്. പിള്ളേരെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തനിയെ വന്ന് വീഡിയോ എടുത്തിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു അല്ല, നമ്മൾ ഗോ ടു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഒളുപ്പുണി. ഒളുപ്പുണി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ളൊരു വെള്ളച്ചാട്ടവും ഒരു ഇതൊക്കെയാണ് സംഭവമൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ കാട്ടുപ്രദേശത്തിൻ്റെ ഉള്ളിൽ ഒരു കാട് മലയൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലാണ്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും? എൻജോയ് ചെയ്തോ? ടണലിൽ ഇറങ്ങാൻ പറ്റില്ല അല്ലേ? അബദ്ധം പറ്റി. ഞങ്ങളെന്നേ ഓഫ് റോഡ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, എന്നാൽ വന്ന് കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെയാണ് പോകാൻ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷൂ കെട്ടിട്ടാണ് വന്നത്. അല്ലെങ്കിൽ 99% ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചെരുപ്പിട്ടാ വരുള്ളൂ. ഇന്നത്തെ ദിവസം കഷ്ടകാലത്തിന് ഷൂ കിട്ടും. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ടണലുണ്ട്, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. എന്നിട്ട് തന്നെ പിള്ളേരെ മാക്സിമം ഷൂ ഒക്കെ ഉള്ളതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. കഴുകിന്നൊക്കെ പറയണേ. ഇന്നലെ വാങ്ങിക്കൊടുത്ത് ഇന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി കൈതപ്പതാൽ എന്ന് പറയുന്ന ഒരു സൂയിസൈഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞ് വീണത് എങ്ങനെ കിടക്കാണ്. ഫുൾ മഞ്ഞ് വീണത് എങ്ങനെ കിടക്കാണ്. നമ്മള് മഴയത്ത് വന്നത് വെറുതെ ആയില്ലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടാ?
എല്ലാവരുടെയും കണക്കെടുക്കൽ എടുക്കാം. നിനക്ക് എത്ര പെർസെന്റേജ് ഇഷ്ടപ്പെട്ടു? 10 ഭാവയാ. ആ മാർക്കൊക്കെ എല്ലാരും മേടിക്കോ സ്കൂളിൽ ചെല്ലുമ്പോ എക്സാമിന്? ഞാൻ 84.2%. എന്റെ +2 അതേ മാർക്കിന് ഞാനിത് കൊടുക്കും. ഇവനെന്തായാലും +1 അല്ല, നീ മേടിക്കും, അതിൽ കൂടുതൽ മേടിക്കണം കേട്ടോ. നമുക്ക് പണിയെടുക്കണോടാ. എന്തൊക്കെയോ കഥ പറയാനുണ്ട്. ഒരാളുടെ വാച്ച് ഊരിപ്പോയി, നന്നാക്കുന്ന തിരക്കിലാണ്. ബിഗ് ബോയ് നന്നാക്കാൻ പറ്റുമോ? ഇവ ഇപ്പൊ ഉരിപ്പോത് അതെ, അത് വളഞ്ഞായിരിക്കണ സാധനം. അത് ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാ, വെറുതെ അല്ല. ഉമ്മച്ചി ഓൺലൈനിൽ നിന്ന് മേടിച്ച് മേടിക്കാൻ പറഞ്ഞു, ഞാൻ മേടിച്ചു കൊടുത്ത്. ഐസ്ക്രീം വേണം പറഞ്ഞപ്പോ ഐസ്ക്രീം മേടിക്കും. നല്ല തണുപ്പത്ത്. എന്നാ പിന്നെ തണുപ്പത്ത് ഐസ്ക്രീം. പാച്ചിന്റെ വകയാണ്. ഫാസിൽസ്. ഞങ്ങള് പോകുന്ന സ്ഥലത്തൊക്കെ മഴ പെയ്യും. നമ്മള് പോണ സ്ഥലത്തേക്ക് മഴയുണ്ടല്ലേ? മഴ പെയ്യാറ്. നമ്മള് ചെല്ലുമ്പോ മഴ പെയ്യും, അവിടെ മഞ്ഞും വരും. 4 പേര് സെൽഫി എടുക്കാൻ പോണു മക്കളെ. ഫോട്ടോ എടുക്കണമെങ്കിൽ 1200. അതാരാ പറഞ്ഞ തഗ്? അച്ഛൻ ചില സമയത്ത് ഒരു തഗ് കണ്ട് അടിക്കൂട്ടാ. എന്നെ ഇത്ര നേരം കളിയാക്കി തരണ്ടേ? നിന്നെന്ത് പറഞ്ഞ കളിയാക്കി? ഞാൻ മനുഷ്യ പ്രസക്തിയില്ല. ഇവിടെ പ്രസക്തിയില്ല. എല്ലാ തല്ല് ഇടി വീഴരുത്. ഇപ്പൊ ചൂരിലെടുക്ക ഞാൻ. ഇതൊക്കെ ഇവിടുത്തെ അംഗങ്ങളാണ്. സ്ഥിരമായിട്ട് നടക്കുന്ന അംഗങ്ങളാണ്. സത്യമായിട്ടും ഇത് വീട്ടിലും അതേമാതിരി തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വായും പൊളിച്ച് ഐസ്ക്രീം മേടിക്കാൻ നിൽക്കണ തല കിട്ടു. എന്നാ അതിനകത്തേക്ക് ഇറങ്ങി നോക്കടാ. ഭാവിക്ക് എന്താ ചോക്ലേറ്റ് ഉണ്ടോ നിനക്ക്? എനിക്ക് കൺഫേം ആയിട്ടില്ല. കൺഫേം ആയിട്ടില്ലേ? ഏതെടുക്കണമെന്ന് പിടുത്തം കിട്ടാനുള്ള. അപ്പൊ അവരെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എടുക്കാം. എല്ലാവരും എടുത്തതിനൊക്കെ വലുത് നോക്കി എടുക്കാനല്ലേ എനിക്ക് തോന്നി. കാറ്റിലിങ്ങനെ ഐസൊന്നല്ല. ഭയങ്കര ചളി വാരി ഒത്തുണ്ട്. പിന്നെ എന്ത് പൊട്ടിക്കാൻ കാണാത്തല്ലേ ആൾക്കാർ. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വിഷമിച്ച് ഇങ്ങനെ വന്നപ്പോ വന്ന വഴിയിൽ ഒരു നല്ല കള്ള് ഷാപ്പ് കണ്ടു. കള്ളു കുടിക്കാനല്ല കേട്ടോ, വിശക്കണ്ട. എന്തോ ചൂല് വീട്ടിലിരിപ്പുണ്ട്. നല്ല അടിയായിരുന്നു. വാവേ എന്തേ എങ്ങടാ? ഓർക്കത്തിലാണ്. ഈ വെള്ളം പാറയുടെ മുകളിൽ നിന്ന് തന്നെ വെള്ളം, മറ്റേ കിണറല്ല കേട്ടാ, പറ്റാത്ത ഒരു ഉറവയുണ്ട് മുകളിൽ. ആ ഉറവയിൽ നിന്ന് തന്നെ വെള്ളമാണ്. തണുപ്പുണ്ടല്ലേ? ആ വെള്ളത്തിനല്ലേ? ആ വെള്ളം നല്ല രസമാണ്. അത് കുപ്പി ഉണ്ടെങ്കിൽ വെള്ളം പിടിച്ച് വയ്ക്കാതെ ഇല്ല. നമ്മൾ പോണ വഴിക്ക് മറ്റേ കേരള മറ്റേ വെള്ളം മേടിക്കാം, കുപ്പി തൊടുപുഴയിൽ നിന്ന് മേടിക്കാം. കപ്പയും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. കപ്പയും ബീഫും മീൻകറിയും ഉണ്ട്. എന്നാൽ പിന്നെ ആദ്യം വയറ് നിറച്ചിട്ട് ബാക്കിയുള്ള കാര്യം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേ കൈ കഴുകാനായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര മഴ. അപ്പോൾ എല്ലാവരും കൈ കഴുകേണ്ട രീതി കണ്ടേ, എല്ലാവരും കൈ കഴുകണം മഴയിട്ട്. വാവ കൈ കഴുകാം, കൈ കഴുകാം. ഞങ്ങള് വരണ സ്ഥലത്തൊക്കെ മഴ. അതിനെന്താ ഫുഡ്? മീൻകറി നല്ല ഇരുണ്ട്. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഇരുണ്ട്. എങ്ങനെയുണ്ട്? മീൻകറി അടിപൊളിയുണ്ട്. ബീഫ് കുഴപ്പമില്ല. ഹോളി മീൻകറി, ചപ്പാത്തി, കപ്പ. എന്നുവെച്ചാലേ ഇത് നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ചപ്പാത്തി
ചുട്ട് വന്നപ്പോൾ നല്ല ചൂട്. ആദ്യം നമ്മൾ ഇച്ചിരി കപ്പയും മീൻകറിയും ബീഫൊക്കെ കഴിച്ച് കഴിച്ചു. പിന്നെ ചപ്പാത്തി, ആദ്യ സെറ്റ് ചപ്പാത്തി വന്നതിന് ശേഷം പിന്നെ ചപ്പാത്തി പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ്. ആദ്യം ഇവിടുത്തെ ബില്ലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് പഴംപൊരി കഴിക്കാൻ പോകണം. പക്ഷേ നമ്മൾ പഴംപൊരി കഴിക്കാൻ പോകുന്നില്ല. അതിന് പകരമായിട്ട് വേറെ സാധനം കാണിച്ചിട്ടാണ്. പഴംപൊരി കഴിക്കാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്താം. കാരണം എന്താ പ്രശ്നം അറിയാമോ? ഡേ കണ്ടില്ലേ, കിടന്ന് ഉറങ്ങി. അയ്യോ, വീഡിയോ എടുക്കണ എനിക്കതല്ലേ നീ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു സ്പെഷ്യൽ സാധനം മേടിക്കുന്നത്. ഇപ്പം നമ്മൾ തിരിച്ചു വന്ന് തൊടുപുഴ എത്തി. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് നല്ല മഴയുണ്ട്. അപ്പോൾ കാരണം നമ്മൾ നല്ല മഞ്ഞും തണുപ്പും കാര്യങ്ങളൊക്കെ കണ്ട് കുറേയൊക്കെ ചുറ്റിക്കിറങ്ങി കുറേ സംഭവങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തി വന്നപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ്റെ മുകളിലായി. ഇനിയിപ്പോൾ അതിട്ട പിന്നെ അതിന് മുകളിൽ പിന്നെ വേറെ സാധനം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വേറൊരു ചെറിയൊരു സാധനം കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചിട്ട് നമ്മൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുത്ത ഭാഗം നമ്മൾ പഴംപൊരി കഴിക്കാൻ പോകും. അപ്പോൾ ഞങ്ങളൊരു സ്പെഷ്യൽ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ തൊടുപുഴ ടൗണിൽ വന്നപ്പോഴത്തേനും അത് തീർന്നുപോയി. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ പഴംപൊരി കഴിക്കുന്നതിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ആ സാധനം കൂടി നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ പെരുവഴിയിൽ ഇതെങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. ബൈ.